Like a Hellcat. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സ്. ഇന്ന് നമ്മളിവിടെ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതിന്റെ രണ്ട് ടിപ്സ് കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണയായിട്ട് പറയുന്നതാണ് പുട്ട് തണുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, ചൂടോട് കൂടി കഴിക്കുന്നതാണ് പുട്ട് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒരു മുട്ടക്കറിയും കൂടാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. കുക്കറിൽ പെട്ടെന്ന് തന്നെ ഒരു മുട്ടക്കറിയും കൂടെ. അപ്പം പുട്ടും പയറും അല്ലെങ്കിൽ പുട്ടും പപ്പടവും പുട്ടും കടലയും ഒക്കെയാണ് നമ്മുടെ സാധാരണ ഒരു ഡിഷ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് പുട്ടും മുട്ടക്കറി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറക്കാത്ത ഗോതമ്പ് പൊടിയാണ് കേട്ടോ. നമ്മൾ സാധാരണ വറുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം വറക്കാത്ത ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ സാധാരണ ഗോതമ്പ് പൊടി. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് മതിയല്ലോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇളം ചൂടുവെള്ളമാണ്. അപ്പം ഈ നമ്മൾ വറക്കാത്തത് കൊണ്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് നമ്മൾ കുഴക്കുന്നത്. സാധാരണ നമ്മൾ പുട്ട് കുഴക്കുന്നത് പച്ചവെള്ളത്തിലാണ്. അപ്പൊ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടുവെള്ളത്തിൽ അല്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം കൂടെ ഒഴിക്കരുത്, കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപാട് അങ്ങ് തിളക്കണ്ട വെള്ളം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ചൂടൊന്ന് മാറിയതിനു ശേഷം ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഈ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് നനഞ്ഞു കിട്ടണം. അപ്പൊ നമുക്ക് പുട്ടുപൊടി നന്നായിട്ടൊന്ന് നനഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് നനവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മള് പുട്ടുപൊടി നനച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അല്പം മതി, ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ. ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കുക. അപ്പൊ മണ്ട നിൽക്കത്തില്ല. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിത് മിക്സിയിൽ എന്നിട്ട് 1-2 കറക്ക് ഇറക്കിയാൽ മാത്രം, ഒരുപാട് അങ്ങ് അരക്കരുത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയിടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ പരുവം എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കണ്ടോ, ഇതാണ് അതിന്റെ പരുവം. അപ്പൊ ഇത് നമുക്ക് നമ്മൾ മുമ്പ് കുഴച്ച ആ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കണ്ടോ, കട്ടയൊന്നും കെട്ടാതെ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോഴ് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറി നമുക്ക് കുക്കറിലേക്ക് വെക്കാം. അപ്പൊ ഞാൻ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഞാൻ പേസ്റ്റ് ആണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഏത് വേണേലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടൊമാറ്റോ ആണ്. ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. കുക്കർ വെച്ച് കൊടുത്തു. കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡിയായി കിട്ടും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നല്ലതായിട്ട് കുക്കറൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന
ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഇഞ്ചി പേസ്റ്റ് ഇടുന്നത് കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ. ഇഞ്ചി അരിഞ്ഞത് എടുക്കുകയാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വരട്ടെ. ഒന്ന് പച്ചമണം മാറി വന്നു കഴിയുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 സ്പൂണ് ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏറെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 മുട്ടയുടെ മാത്രമാണ് ഞാനിപ്പം ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സവാള വേണമെങ്കിൽ കൂടുതൽ സവാള ചേർക്കാവുന്നതാണ്. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ജോലിക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്നൊരു അടിപൊളി മുട്ടക്കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ദേ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് എഗ്ഗ് മസാലയാണ്. അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കറിക്ക് നല്ലൊരു കുറുകി വരാനും നല്ലൊരു ചുമന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എരി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം ഒക്കെ നന്നായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം മാത്രമേ തക്കാളി ഇടാവൂ, അല്ലെങ്കിൽ തക്കാളിയുടെ ആ വെള്ളം കൊണ്ട് ഉള്ളി വെന്ത് കിട്ടത്തില്ല. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ പച്ചവെള്ളത്തിൻ്റെ ചുവയുണ്ടാവും. നമുക്ക് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ഗ്ലാസും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനെ മൂടി കൊണ്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പം നമ്മളിനി പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചില്ലിട്ട് കൊടുക്കാം. ചില്ലിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിന്റെ മുകളിലായിട്ട് കുറച്ച് പുട്ടുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലാം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്കറിന് മേളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 മുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരുന്ന 2 മുട്ടയൊന്ന് ഇങ്ങനൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
അപ്പൊ ഇതില് ആ മസാല ഒന്ന് പിടിക്കും. ഇനി സ്റ്റൗ നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു 2 മിനിറ്റ് കൂടെ നമ്മൾ സ്റ്റൗവിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് കുത്തിയിട്ടാലോ? നമുക്ക് പെരുക്കെ ഒന്ന് കുത്തിയിടാം. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ പുട്ടും മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 2 മുട്ട ഇങ്ങനെ കീറി ഒന്ന് മുട്ടക്കറിക്കകത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. കുറച്ച് ഒരു മുട്ട മുറിച്ച് പുട്ടിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് രുചികരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ പുട്ടുണ്ടാക്കാനായിട്ട് നല്ല ഒരു 2 ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഇത് കുഴയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഗോതമ്പ് പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം വലിയ പാടൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് പുട്ട്. പുട്ട് കടല, ഇത് ഈ കോമ്പിനേഷൻ കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, പുട്ടും മുട്ടക്കറി. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.